ഞാനിവിടെ ഇല്ലേ? ഇത് തന്നെയല്ലേ പീറ്റർ ബെർണാദോനിയുടെ വീട്? അതെ. ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ അല്പം ദൂരെ നിന്നാണ്. പേര് പൗലോ. ഞാൻ തന്നെയാണ് പീറ്റർ. എനിക്ക് കുറച്ച് നല്ല ഇനം പട്ട് വേണമായിരുന്നു. അന്വേഷിച്ചപ്പോൾ നിങ്ങളാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പട്ട് വ്യാപാരി എന്നറിയാൻ കഴിഞ്ഞു. യുദ്ധത്തിന് വേണ്ട വസ്ത്രങ്ങൾ തുന്നാനാണ്. അതിനെന്താ, നല്ല ഇനം പട്ടുകളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. താങ്കൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. താങ്കളുടെ കുടുംബം? എൻ്റെ ഭാര്യയും മകനുമുണ്ട്. ആഹാ, എന്നിട്ട് മകൻ എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. കച്ചവടത്തിലൊന്നും അവന് തീരെ താല്പര്യമില്ല. ഏതു നേരവും കൂട്ടുകാരുമായി കറക്കം തന്നെ. ഇതിൽ ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? യുദ്ധം വിളംബരം ചെയ്ത വിവരം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതെ, ഇത് പറ്റിയ അവസരമാണ്. മകനെ യുദ്ധത്തിനയക്കുക. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നതോടെ അവനൊരു മാടമ്പിയാവും. പിന്നെ താങ്കളെയും ജനം മാടമ്പി എന്ന് വിളിക്കൂ. നന്ദി പൗലോ, നന്ദി. താങ്കളോട് എനിക്ക് അളവറ്റ നന്ദിയുണ്ട്. വരൂ വരൂ. ഇതെന്താ, ഇവിടെ ആരുമില്ലേ? ഫ്രാൻസിസ്, ഫ്രാൻസിസ്. യുദ്ധം ജയിക്കണം. നമ്മൾ ശക്തമായി പോരാടണം. എന്താ ഫ്രാൻസിസ്, എന്ത് പറ്റി? ആ യാചകൻ, അയാൾ ഇവിടെയും വന്നു. യാചകനും? അതും യുദ്ധമുഖത്ത്? നിനക്ക് തോന്നിയതായിരിക്കും ഫ്രാൻസിസ്. അല്ല, ഞാൻ ശരിക്കും കണ്ടതാ. നിങ്ങൾ കഴിച്ചു കിടന്നു. ഞാൻ അല്പം കഴിഞ്ഞ് കഴിച്ചോളാം. ജെനിഫർ, എങ്കിൽ വാ, നമുക്ക് കഴിക്കാം. സംഭവിക്കുന്നത്? ഫ്രാൻസിസ്, എന്താ, എന്തു പറ്റി? ഞാൻ ദൈവത്തിന്റെ സ്വരം ശ്രമിച്ചിരിക്കുന്നു. അത് തന്നെ. ഉറക്കമില്ലാതെ ഈ കൊടുങ്കാട്ടിൽ കുത്തിയിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ കുഴപ്പമാണെന്ന്. അല്ല, കുഴപ്പങ്ങളൊക്കെ നീങ്ങുകയാണ്. വെറുതെ പിച്ചും പേയും പറയാതെ ഫ്രാൻസിസ്. നമ്മൾ യുദ്ധമുഖത്താണ് നിൽക്കുന്നതെന്ന് നീ മറക്കണ്ട. ഞാൻ മടങ്ങുകയാണ്. മടങ്ങുകയോ? എങ്ങോട്ട്? എനിക്ക് അസീസിയയിലേക്ക് തന്നെ മടങ്ങണം. ഇതുകൊണ്ട് ഭ്രാന്ത് തന്നെ. അല്ലാതെ എന്ത്? കുറച്ചു മുമ്പ് വാളെടുത്ത് ഇത് രക്തം കുടിച്ച് മതിയാകില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു തിരിച്ചു പോകണമെന്ന്. ഇല്ല, ഞാനിനി യുദ്ധം ചെയ്യില്ല. യുദ്ധം ജയിച്ച് മാടമ്പി സ്ഥാനവും നേടി വരുന്ന നമ്മളെ കാണാൻ കൊതിച്ചിരിക്കുന്നവരാണ് അവിടെ അസീസിയയിലുള്ളത്. മാടമ്പി സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനം എനിക്ക് എന്റെ നാഥൻ നൽകും. ഇവൻ വല്ല സ്വപ്നവും കൊണ്ട് പേടിച്ചതാ. ഒന്ന് ഉറങ്ങി എണീറ്റാൽ ശരിയാവുമെന്ന് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾ നേടുകയല്ല, ദൈവത്തിന്റെ മനസ്സ് നിറവേറ്റുകയാണ് വേണ്ടത്. യുദ്ധത്തിന്റെ വഴി ഇനി എനിക്ക് വേണ്ട. ഫ്രാൻസിസ്, എന്റെ പിന്നാലെ നിങ്ങളും പോരുക. ഇല്ല, വിജയം കാണാതെ ഞങ്ങൾ പിന്മാറുകയില്ല. നീയും പോകരുത്. അരുത്, എന്നെ തടയരുത്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പോകുന്നു. ഫ്രാൻസിസ്, ഫ്രാൻസിസ്, യുദ്ധം നമ്മൾ പരാജയപ്പെട്ടു. മറ്റുള്ളവരൊക്കെ ഇവിടെ? ഫ്രാൻസിസ്, പറയൂ, എന്തിനാണ് നിന്റെ സമയങ്ങളിലധികവും തെരുവ് തെണ്ടുകളോടൊപ്പം നീ ചെലവിടുന്നത്? കാരണം അവരുടെ മനസ്സിൽ വിശുദ്ധിയുണ്ട്. വിശുദ്ധി ഉള്ളിടത്ത് വസിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, നീ നിന്റെ പിതാവിന്റെ വ്യാപാര വസ്തുക്കൾ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ തെരുവിൽ വിറ്റഴിച്ചു. അതെ. എന്നിട്ട് ആ പണം നീ എന്തു ചെയ്തു? ഫാദർ ബിയാദ്രോയെ ഏൽപ്പിച്ചു. എന്തിന്? തകർന്ന സാന്റാമേരി ദേവാലയം പുതുക്കിപ്പണിയാൻ. ആര് പറഞ്ഞിട്ട്? ആരുടെ അനുവാദത്തോടെയാണ് നീ ആ ദേവാലയം പുതുക്കി പണിയുന്നത്? ദൈവം പറഞ്ഞു, ഞാനതനുസരിച്ചു. ഓഹോ, അപ്പോൾ
ആ ദൈവം തന്നെയാണോ നിന്നോട് പറഞ്ഞത് നിന്റെ പിതാവിന്റെ സമ്പാദ്യം മോഷ്ടിക്കാൻ? ഫ്രാൻസിസ്, ഇപ്പോൾ ഈ സഭ കൂടിയിരിക്കുന്നത് നീയും നിന്റെ അപ്പനുമായുള്ള പ്രശ്നം പരിഹരിക്കാനാണ്. നീ അപ്പനിൽ നിന്നും അപഹരിച്ചത് തിരിച്ചു കൊടുക്കണം. അതിനുശേഷം നിനക്ക് അവകാശപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിതാവിനോട് ചോദിക്കാം. എന്താ? പിതാവേ, ഇതൊരു പരിഹാരമാണോ? പിന്നെ പീറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നിനും കൊള്ളാത്തൊരു തെരുവ് തണ്ടിയാണ് ഇന്നിവൻ. എന്നാൽ ഞാൻ അവനെ അങ്ങനെയല്ല വളർത്തിയത്. ഇവന് ജീവിതം സുഹൃത്തുക്കളോടൊപ്പം ചുറ്റിയടിക്കലും പെണ്ണുങ്ങളുമായി കറങ്ങലുമായിരുന്നു. എനിക്ക് മറ്റൊരു പിതാവുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന ഒരു രക്ഷിതാവ്. ഞാൻ ആരാവണമെന്നും എന്താവണമെന്നും തീരുമാനിക്കുന്ന ഒരു പിതാവ്. പീറ്റർ ബെർണാദോനെ ആഗ്രഹിച്ചത് ഞാനൊരു മാടമ്പിയാകണമെന്നാണ്. ഫ്രാൻസിസ്, ആ പൗലോ, ശരി, നിങ്ങൾ നടന്നു. ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ആയുധമെടുത്ത് ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്തേണ്ട ഫ്രാൻസിസ് ഇതാ ഇവിടെ കല്ലിലും മണ്ണിലും പോരണ്ട് കഷ്ടം. ദൈവവിളി ആർക്കും മാറ്റാൻ പറ്റില്ല പൗലോ. ദൈവം എന്നോട് നിർദ്ദേശിച്ചത് ഇതാണ്, ഞാനത് അനുസരിക്കുന്നു. ഒരു ചങ്ങാതി, നീ എന്നും എന്റെ നല്ല സുഹൃത്താണ്. എനിക്ക് തുണയായി കിട്ടിയ നല്ലൊരു കൂടാളി. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആദരമായി എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ ഒന്ന് എന്നെ അനുഗമിക്കുക. ഇതാ, ചെമ്മക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. ആരെങ്കിലും തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ